ഇറാൻ ഇസ്രയേൽ 12 ഡേ വാറിൽ റഷ്യ ഇസ്രയേലിനെ സഹായിച്ചു. അന്താരാഷ്ട്ര തലത്തിൽ ഇപ്പോൾ ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്ന ചോദ്യമാണിത്. ഇറാനിയൻ ഒഫീഷ്യലിൻ്റെ വിവാദപരമായ പ്രസ്താവന റഷ്യ ഇറാൻ ബന്ധത്തെ ഉലച്ചിരിക്കുകയാണ്. ഇപ്പോൾ 20 വർഷമായി തുടർന്നു പോകുന്ന ഇറാൻ റഷ്യ ബന്ധത്തിനാണ് ഇപ്പോൾ ഈ പ്രസ്താവനയിലൂടെ വിള്ളൽ വീണിരിക്കുന്നത്. റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ ഡ്രോണുകളും ബലിസ്റ്റിക് മിസൈലുകളും വരെ നൽകി ഇറാൻ റഷ്യയ്ക്കൊപ്പം നിന്നിരുന്നു. എന്നാൽ ഇപ്പോൾ പുറത്തുവരുന്ന ആരോപണം ഇറാൻ ഇസ്രയേൽ യുദ്ധത്തിനിടയിൽ ഇറാനിയൻ പ്രതിരോധ സൈറ്റുകളുടെ വിവരം റഷ്യ ഇസ്രയേലിന് കൈമാറി എന്നാണ്. ഇറാനിയൻ എക്സ്പീഡിയൻസി കൗൺസിൽ മെമ്പറായ മുഹമ്മദ് സദർ ആണ് റഷ്യക്കെതിരെ ആരോപണം ഉന്നയിച്ചത്. ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള ഖൊമേനി തിരഞ്ഞെടുക്കുന്ന എക്സ്പീഡിയൻസി കൗൺസിൽ മെമ്പറാണ് അദ്ദേഹം എന്നത് ശ്രദ്ധേയമാണ്. മുഹമ്മദ് സദർ പറയുന്നത് റഷ്യ ഇസ്രയേലിന് 12 ഡേ വാറിന് മുന്നോടിയായി തന്നെ പ്രതിരോധ രഹസ്യങ്ങൾ കൈമാറിയിട്ടുണ്ടാകാം എന്നാണ്. ഇതുകൊണ്ടാണ് ഇസ്രയേൽ കൃത്യമായി തങ്ങളുടെ പ്രതിരോധ സൈറ്റുകൾ ലക്ഷ്യമാക്കി ആക്രമണം നടത്തിയതെന്ന് അദ്ദേഹം പറയുന്നു. സോക്കോൾഡ് ഇറാൻ റഷ്യ തന്ത്രപരമായ പാർട്ണർഷിപ്പിൽ ഒരു കാര്യവുമില്ലെന്നും അദ്ദേഹം വെട്ടിത്തുറന്നു പറയുന്നു. എന്നാൽ ഇറാനിയൻ പ്രോസിക്യൂട്ടേഴ്സ് ഇദ്ദേഹത്തിന്റെ വാദം തള്ളിക്കളയുകയും തെറ്റായ വിവരങ്ങൾ നൽകിയതിന് ഇദ്ദേഹത്തിനെതിരെ കേസ് ചാർജ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞു. ഇറാൻ വിദേശകാര്യമന്ത്രിയും ഇദ്ദേഹത്തിന്റെ പ്രസ്താവനയെ തള്ളിക്കളഞ്ഞു. ഇത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായമാണെന്നും ഔദ്യോഗിക അഭിപ്രായമല്ലെന്നും അബ്ബാസ് അറാക്ചി പറഞ്ഞു. ഇറാനിയൻ മാധ്യമങ്ങളും സദറിന്റെ അഭിപ്രായത്തെ പൂർണ്ണമായി തള്ളിക്കളഞ്ഞിട്ടുണ്ട്. റഷ്യ നിർമ്മിച്ച ഡ്രോൺ ഫാക്ടറിയിൽ നിന്ന് ഇറാന് തിരിച്ചു നൽകിയ ഷഹേദ് ഡ്രോണുകളുടെ എണ്ണത്തിന്റെ കാര്യത്തിൽ ഇറാനും റഷ്യയും അഭിപ്രായ വ്യത്യാസമുള്ളതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇസ്രയേൽ ഇറാൻ 12 ഡേ വാറിന്റെ സമയത്ത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇറാനൊപ്പം കട്ടയ്ക്ക് നിൽക്കുന്നതാണ് ലോകം കണ്ടത്. നിലവിൽ യൂറോപ്യൻ രാജ്യങ്ങൾ ഇറാനെതിരെ ഉപരോധം ഏർപ്പെടുത്താൻ ശ്രമിക്കുന്നതിനെതിരെയും റഷ്യൻ പ്രസിഡന്റ് കടുത്ത നിലപാടെടുത്തു കഴിഞ്ഞു. ഇതിലൂടെയെല്ലാം തെളിയുന്നത് എക്സ്പീഡിയൻസി കൗൺസിൽ മെമ്പറിന്റെ ആരോപണം പൂർണ്ണമായി തെറ്റാണ് എന്നാണ്.